അടിപ്പാതയില്ലാതെ അടിതെറ്റിയ നിലയിലാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ദേശീയപാതയുടെ നിർമ്മാണം. DPRൽ വരുത്തിയ പിഴവാണ് ദിനംപ്രതി 10,000-കണക്കിന് യാത്രക്കാരെത്തുന്ന ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ യാത്രാ ദുരിതത്തിന് വഴിവെച്ചിരിക്കുന്നത്. അടിപ്പാതയുണ്ടോ? അതില്ല. ഉയരപ്പാതയോ? അതുമില്ല. ഇതാണ് സംസ്ഥാനത്ത് തന്നെ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ദേശീയപാത നിർമ്മാണത്തിന്റെ അവസ്ഥ. ദിനംപ്രതി 10,000-കണക്കിന് യാത്രക്കാരാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷനെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. അവരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്താതെയുള്ള അശാസ്ത്രീയമായ രൂപരേഖ തയ്യാറാക്കിയതാണ് നിലവിൽ ചേർത്തലയിലെ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ അതിസങ്കീർണമായ യാത്രാ പ്രശ്നത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഏക തീരദേശ റെയിൽവേയാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ദേശീയപാത നിർമ്മിക്കുന്നതിന് മുൻപോടിയായിട്ട് DPRും അലൈൻമെൻറ്റും നമ്മുടെ മുനിസിപ്പാലിറ്റിയെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരെയും MLAയെയും MPയെയൊക്കെ അറിയിച്ചതിന് ശേഷമാണ് അവർ പണി തുടങ്ങിയത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ 30ഓളം ട്രെയിനുകൾ നിത്യേന വന്നു പോകുന്നു. അതുകൂടാതെ തന്നെ 12,000-ൽ-അധികം യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നു. 30 ലക്ഷം രൂപയിലധികം വരുമാനമുള്ള സ്റ്റേഷനാണ്. ഈ സ്റ്റേഷന് മുൻവശത്ത് ഒരു അടിപ്പാത വേണമെന്നുള്ള ആവശ്യം ഇതുവരെയും ആരും ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തില്ലെന്നുള്ളൊരു തെളിവാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ കാണുന്നത് തന്നെയാണ്, അവർ പറയുന്നത് തന്നെയാണ് ഇപ്പോൾ അവിടെ ഒരു മേൽപ്പാലം നിർമ്മിക്കാമെന്നാണ്. ഈ മേൽപ്പാലം നിർമ്മിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അവിടെ രോഗികളോ വൃദ്ധരോഗമോ വന്നു കഴിഞ്ഞാൽ മേൽപ്പാലത്തിലൂടെ അകത്ത് കടക്കുവാൻ കഴിയില്ല. ഈ അടിപ്പാത തന്നെയാണ് അവിടുത്തെ ആവശ്യം. ഈ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് അലൈൻമെൻ്റ് ഉണ്ടായിരുന്നു, DPR ഉണ്ടായിരുന്നു. ഈ DPR എല്ലാം പഠിക്കേണ്ടതായിരുന്നു. ഇത് പഠിക്കാതെ വരുന്നതിൻ്റെ ഒറ്റ കാരണമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അടിപ്പാത നിർമ്മാണം ഇനി എത്രമാത്രം പ്രായോഗികം ആവുമെന്ന് അറിയില്ല. പക്ഷേ ഇത്രയേറെ യാത്രക്കാർ ആശ്രയിക്കുന്ന അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈനംദിന ചിലവുകൾ കണക്കുകൂട്ടുന്ന ഓട്ടോ ടാക്സി സമൂഹത്തെയും കണക്കിലെടുത്തുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും അധികാരികളും തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ.